നമസ്കാരം, ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിലെ തൂണുകൾക്കിടയിൽ സ്ഥാപിക്കാനെത്തിച്ച കൂറ്റൻ ഗർഡറുമായി ട്രെയിലർ ലോറി മറിഞ്ഞു. അപകടത്തിൽ ട്രെയിലർ ലോറിയുടെ ചില്ല് തകർന്ന് ഡ്രൈവർക്ക് നിസ്സാര പരിക്ക്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മുളക്കട ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയും വർദ്ധിച്ച് 71,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വ്യാഴാഴ്ചത്തെ വില. സ്വർണ്ണവിലയോടൊപ്പം 3% GSTയും കുറഞ്ഞ പണിക്കൂലിയായ 6%വും HOD ഹോൾമാർക്കിംഗ് ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി ഉപഭോക്താവ് 77,500 രൂപയിലധികം നൽകേണ്ടി വരും. വേനൽ തുമ്പി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഏരിയ പരിശീലന ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം. ഡ്രൈവിംഗ് പരിശീലനം മാറ്റത്തിന്റെ കാലം വിഷയത്തിൽ ഏകദിന സെമിനാറും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള പുതിയ യൂണിഫോമിന്റെ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി RTO ദിലോ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിലെ തൂണുകൾക്കിടയിൽ സ്ഥാപിക്കാനെത്തിച്ച കൂറ്റൻ ഗർഡറുമായി ട്രെയിലർ ലോറി മറിഞ്ഞു. അപകടത്തിൽ ട്രെയിലർ ലോറിയുടെ ചില്ല് തകർന്ന് ഡ്രൈവർക്ക് നിസ്സാര പരിക്കുമേറ്റു. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മുളക്കട ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിലെ തൂണുകൾക്കിടയിൽ സ്ഥാപിക്കാനെത്തിച്ച കൂറ്റൻ ഗർഡറുമായി ട്രെയിലർ ലോറി മറിഞ്ഞു. ക്യാബിന്റെ ചില്ല് തകർന്ന് ഡ്രൈവർക്ക് നിസ്സാര പരിക്കുമേറ്റു. തലനാരിഴക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മാളികമുക്ക് മുളക്കട ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന 2ാം ബൈപ്പാസ് മേൽപ്പാലത്തിന്റെ 3ഉം 4ഉം തൂണുകൾക്കിടയിൽ കൂറ്റൻ ക്രെയിനുകൾ ഉപയോഗിച്ച് മുകളിൽ സ്ഥാപിക്കാൻ ട്രെയിലർ ലോറിയിൽ എത്തിച്ച 100 ടൺ ഭാരമുള്ള കൂറ്റൻ ഗർഡറാണ് തകർന്നത്. നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിൽ നേരത്തെ മണ്ണിട്ട് മൂടിയ ഓടയുടെ സ്ലാബ് തകർന്ന് ഗർഡർ കയറ്റിയ ട്രെയിലർ മറിയുകയായിരുന്നു. വലതു ഭാഗത്തേക്ക് നിലംപൊത്തിയ ട്രെയിലറിൽ നിന്ന് താഴേക്ക് പതിച്ച ഗർഡർ 2ആയി തകർന്നു. സമീപത്തെ വീടിന് മുന്നിൽ പാർക്ക് ചെയ്ത ഓട്ടോയുടെ ഒരു ഭാഗവും തകർന്നിട്ടുണ്ട്. കനാൽ വാർഡ് പുത്തൻപുരയ്ക്കൽ PK നസീറിന്റെ ഓട്ടോയാണ് തകർന്നത്. ഈ വീട്ടിലേക്ക് വെള്ളം വാങ്ങാൻ ബൈക്കിലെത്തിയ നസീറിന്റെ ബന്ധു ആറാട്ടുപുഴ സ്വദേശി നൌഷാദ് തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ട്രെയിലർ മറിയുന്നത് കണ്ട് ഇയാൾ ഓടി മാറുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു. ട്രെയിലർ ഓടിച്ചിരുന്ന UP സ്വദേശിയായ രാധേഷ് ശ്യാമിനാണ് പരിക്കേറ്റത്. ഇയാളെ ആലപ്പുഴ ജനറൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കൂറ്റൻ ഗർഡർ മുറിച്ചു മാറ്റിയാണ് ട്രെയിലർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. അപകടത്തിനിടെ ട്രെയിലറിന്റെ മുൻവശത്തെയും ക്യാബിന്റെയും ചില്ലുകൾ പൂർണ്ണമായും തകർന്നിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കോൺക്രീറ്റ് കാന വേണ്ടവിധം ഉപയോഗിക്കാതെ അലക്ഷ്യമായി മണ്ണിട്ട് മൂടിയ ദേശീയപാത അധികൃതരുടെ അനാസ്ഥയാണ് അപകട കാരണമെന്നും നാട്ടുകാർ പറയുന്നു. ഓട്ടോറിക്ഷ അവിടെ വരികയും ഒരു നെല്ലട മാറുകയും ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ ആ ഓട്ടോറിക്ഷയിലിരുന്ന ആളും മരണപ്പെടും, ഓട്ടോറിക്ഷ ഡ്രൈവറും മരണപ്പെടും. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഉദാഹരണവും അതുതന്നെ കാണ മണ്ണിട്ട് മൂടിയിട്ടിരിക്കും. കാണയുടെ കമ്പിയെല്ലാം ഇവിടുത്തെ നാട്ടുകാരെടുത്തതിന് ശേഷം വെറും സ്ലാബ് എടുത്ത് മാറ്റിയിട്ട് അതിന്റെ കമ്പി എടുത്തിനും പോയിരിക്കണം. ആ കാണയിൽ കൂടെയാണ് ഈ 40 ടൺ വലിപ്പമുള്ള സാധനം ഓടിച്ചു പോകുന്നത്. ആ കാണയിലിരുന്നതാണ് വണ്ടി. ആ വണ്ടി മറിയുകയും സാധനം ഒടിയുകയും ചെയ്തു. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട സുരക്ഷ കൊടുക്കണം. സുരക്ഷയില്ലാതെയാണ് ഇവിടുത്തെ ജീവിതം ഈ ബൈപ്പാസ് വന്നതിന് ശേഷം. സ്ലാബിട്ട് മൂടാത്ത രീതിയിൽ പ്രദേശത്ത് ഇപ്പോഴും ഓടകളുണ്ട്. ഇതൊന്നും നോക്കാതെയാണ് വലിയ ഭാരവാഹനങ്ങൾ നിർമ്മാണ സ്ഥലത്തെത്തുന്നത്. 1.5 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസിൽ അപകടമുണ്ടാകുന്നത്. കഴിഞ്ഞ മാസം 3-ന് ആലപ്പുഴ ബീച്ചിലെ വിജയ് പാർക്കിന് സമീപം നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിൽ നിന്ന് 4 കൂറ്റൻ ഗർഡറുകൾ തകർന്നു വീണ് വലിയ ദുരന്തമുണ്ടായിരുന്നു. ന്യൂസ് ആലപ്പുഴ. സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയും വർദ്ധിച്ച് 71,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വ്യാഴാഴ്ചത്തെ വില. സ്വർണ്ണവിലയോടൊപ്പം 3% GSTയും കുറഞ്ഞ പണിക്കൂലിയായ 6%വും HOD ഹോൾമാർക്കിംഗ് ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുവാൻ ഇനി ഉപഭോക്താവ് 77,500 രൂപയിലധികം നൽകേണ്ടി വരും. ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. US ചൈനയടക്കം വ്യാപാര സംഘർഷം മുറുകിയതോടെ ശരവേഗത്തിൽ കുതിച്ചുയരുകയാണ് സ്വർണ്ണവില. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മാത്രം ഗ്രാമിന് 105 രൂപയും
പവന് 840 രൂപയും വർദ്ധിച്ച് 76,360 രൂപയെന്ന സർവകാല റെക്കോർഡിലേക്കാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത്. ഒരാഴ്ചക്കിടെ മാത്രം 3000 രൂപയുടെ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണവിലയോടൊപ്പം കുറഞ്ഞ പണിക്കൂലിയും 3% GSTയും HUID ഹോൾമാർക്കിംഗ് ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ഉപഭോക്താവിന് 77,500 രൂപയിലധികം നൽകേണ്ടി വരും. രാജ്യാന്തര വിപണിയിൽ ട്രോയ് ഔൺസിന് ചരിത്രത്തിലാദ്യമായി $3,342 ഉയർന്നതും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് ആവശ്യക്കാർ കൂടുന്നതും സ്വർണ്ണവില അടിക്കടി കുത്തനെ ഉയരുവാൻ കാരണമാകുന്നതായി ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഡോളർ രൂപ വിനിമയ നിരക്ക് മാറുന്നതും സ്വർണ്ണവില ഉയരാൻ മറ്റൊരു കാരണമായി വിദഗ്ധർ പറയുന്നു. ഇത്തരത്തിൽ അനുദിനം റെക്കോർഡ് തകർത്ത് സ്വർണ്ണവില മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ മേഖലയിലെ ചെറുകിട വ്യാപാരികളെയും വിവാഹ പാർട്ടികളെയും വിലവർദ്ധനവ് സാരമായി ബാധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യാന്തര സ്ഥിതിഗതികൾ ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുമെന്നും വ്യാപാരികളും സാക്ഷ്യപ്പെടുത്തുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വേനൽ തുമ്പി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഏരിയ പരിശീലന ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. വേനൽ തുമ്പി ഏരിയ പരിശീലന ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിന്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് നിശ്ചയമായും നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കേരളത്തിലെ വേനൽ തുമ്പികൾ. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ കുട്ടികളുടെ ഒരു കലാസംഘം ഇതുപോലെ ഇങ്ങനെ സഞ്ചരിച്ച് ലക്ഷക്കണക്കായ പ്രേക്ഷകരുടെ മുന്നിൽ വിവിധ കലാപരിപാടികൾ ഇതുപോലെ അവതരിപ്പിക്കുന്ന മറ്റൊരു സംവിധാനം രാജ്യത്ത് തന്നെ ഇതിന് സമാനമായിട്ട് നമുക്ക് പറയാനില്ല. അത് നമ്മുടെ ബാലസംഘത്തിൻ്റെ പരിപാടിയാണ്. അത് കുട്ടികൾ തന്നെ നേതൃത്വം കൊടുത്ത്, കുട്ടികൾ തന്നെ അഭിനയിച്ച്, കുട്ടികൾ തന്നെ പാട്ടുപാടി, അങ്ങനെയെല്ലാം വളരെ മനോഹരമായി നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ പ്രായക്കാരിലേക്ക് മാത്രമല്ല മുതിർന്നവരുടെ മനസ്സിലേക്ക് ഉൾപ്പെടെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചും അത്തരമൊരു സാമൂഹികമായ അന്തരീക്ഷത്തെക്കുറിച്ചും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ ഗൗരവമായി മനുഷ്യർ ചിന്തിക്കേണ്ട പ്രശ്നങ്ങളെക്കുറിച്ചുമെല്ലാം നാടകമായും സംഗീത ശില്പമായും പാട്ടായും എല്ലാം അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വേദിയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നൊരു വേദി. പാട്ടും നാടകവും കഥപറച്ചിലും സംഗീത ശില്പവും ഉൾപ്പെടെ വിവിധ കലാരൂപങ്ങളുമായി പരിശീലനം പൂർത്തിയാക്കിയ വേനൽ തുമ്പികൾ ഏരിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കും. പുന്നപ്ര ഗവൺമെന്റ് JB സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിൽ PG സൈറസ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് R രാഹുൽ, A ഓമനക്കുട്ടൻ, VK ബൈജു, VS മായാദേവി, K ജഗദീശൻ, D അശോക് കുമാർ, B ശ്രീകുമാർ, P ജയദേവൻ, ഗോപൻ താഴമടം, സീതാലക്ഷ്മി, അമൃത അജീഷ്, ദീപക്, സുലഭ ഷാജി, സതി രമേശ് എന്നിവർ സംബന്ധിച്ചു. R രാജിമോൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ BA ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഭരണഘടനാപരമായി ഒരു സമുദായത്തിൽ ലഭിച്ച അവകാശങ്ങളുടെ കടക്കൽ കത്തിവെക്കുകയാണ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ. വഖഫ് നിയമ ഭേദഗതി, ഈ വഖഫ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഠിക്കണം. വഖഫ് എന്ന് പറയുന്നത് വിശ്വാസി സമൂഹത്തിന് രാജ്യത്തിന്റെ ഭരണഘടന 19 മുതൽ 27 വർഷങ്ങളിൽ രേഖപ്പെടുത്തിയ മതസ്വാതന്ത്ര്യം, ആ മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച വഖഫ് നിയമം. വഖഫ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ജഗനിയന്താവായ ദൈവത്തിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ആ വഖഫ് ഒരിക്കൽ പോലും ഒരു വ്യക്തിക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന ഒരു നിയമം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പഠിക്കണം. മുസ്ലിം സംയുക്ത വേദി ചെയർമാൻ ഇക്ബാൽ സാഗർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. KS അഷ്റഫ്, റഹ്മത്തുള്ള മുസ്ലിയാർ, ഹാരിസ് സലീം എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികൾ പ്രതിഷേധ ധർണയിൽ സംബന്ധിച്ചു.
ഡ്രൈവിംഗ് പരിശീലനം മാറ്റത്തിന്റെ കാലം വിഷയത്തിൽ ഏകദിന സെമിനാറും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള പുതിയ യൂണിഫോമിന്റെ വിതരണ ചടങ്ങും നടത്തി. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി RTO AK ദിലു ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവിംഗ് പരിശീലനം മാറ്റത്തിന്റെ കാലം എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാലയും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള യൂണിഫോം വിതരണവും നടത്തി. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി RTO AK ദിലു ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ആയിക്കൊള്ളുക. നിങ്ങൾ പറയുമ്പം അവർക്ക് തോന്നാം സംതിങ് ഡിഫറെന്റ് ആണ്. അതായത് പഠിക്കാൻ വരുന്നവർക്ക് തോന്നണം എന്തോ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾക്കാരാണ് നിങ്ങൾ. അങ്ങനെ ആവുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ആവാൻ ശ്രമിക്കണം. ഇനി അങ്ങനെ ആവാൻ പറ്റിയില്ലെങ്കിലോ അതിലേക്കുള്ളൊരു പ്രയാണമെങ്കിലും ആയിരിക്കണം. അതിലേക്കുള്ളൊരു നടന്ന നീങ്ങലങ്ങനെ എങ്കിലും ആയിരിക്കണം മിനിമം നിങ്ങളുടെ രീതികൾ. ഞാൻ നിങ്ങളെ വിളിച്ചപ്പം യഥാർത്ഥ ഇൻസ്ട്രക്ടർ വരണമെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ യഥാർത്ഥ ഓണർ വരണമെന്നല്ല പറഞ്ഞത്. റിയൽ ആയിട്ട് ആൾക്കാരുമായി സംവദിക്കുന്ന, ആൾക്കാരുമായി ഇടപെടുന്ന, ആൾക്കാരെ പഠിപ്പിക്കുന്ന ആൾക്കാരെ നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴാണ് നിങ്ങളൊരു സ്റ്റെപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലാവുന്നത്? ഇപ്പോൾ എങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ആൾക്കാരോട് പെരുമാറേണ്ടത്, ആൾക്കാരെ പഠിപ്പിക്കും, നിങ്ങൾ എന്തൊക്കെയായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ KR തമ്പി സെമിനാറിലെ വിഷയത്തെ അധികരിച്ച് ക്ലാസ് നയിച്ചു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ രാംജി K കരൺ, V അനിൽകുമാർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ SB ജോയ്, MR ശിവകുമാർ, K രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ആലപ്പുഴ RTOക്ക് കീഴിലുള്ള അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെ 200ഓളം ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ആലപ്പുഴ ബൈപ്പാസ് മേൽപ്പാലത്തിലെ തൂണുകൾക്കിടയിൽ സ്ഥാപിക്കാനെത്തിച്ച കൂറ്റൻ ഗർഡറുമായി ട്രെയിലർ ലോറി മറിഞ്ഞു. അപകടത്തിൽ ട്രെയിലർ ലോറിയുടെ ചില്ല് തകർന്ന് ഡ്രൈവർക്ക് നിസ്സാര പരിക്ക്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ മുളക്കര ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടമുണ്ടായത്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 105 രൂപയും പവന് 840 രൂപയും വർദ്ധിച്ച് 71,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വ്യാഴാഴ്ചത്തെ വില. സ്വർണ്ണവിലയോടൊപ്പം 3% GSTയും കുറഞ്ഞ പണിക്കൂലിയായ 6% HOD ഹോൾമാർക്കിംഗ് ചാർജ് കൂടി കൂട്ടുന്നതോടെ ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് ഇനി ഉപഭോക്താവ് 77,500 രൂപയിലധികം നൽകേണ്ടി വരും. വേനൽ തുമ്പി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഏരിയ പരിശീലന ക്യാമ്പിന് തുടക്കമായി. 6 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് അമ്പലപ്പുഴ MLA ഇസ്ലാം ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം സംയുക്ത വേദിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ ഇരുമ്പുപാലത്തിന് സമീപം പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം. ഡ്രൈവിംഗ് പരിശീലനം മാറ്റത്തിന്റെ കാലം വിഷയത്തിൽ ഏകദിന സെമിനാറും ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള പുതിയ യൂണിഫോമിന്റെ വിതരണ ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി RTO AK ദിലു ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.